ഹായ് ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ട്രാവലിങ്ങിൻ്റെ വ്ളോഗൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു പിറ്റേന്ന് ഞങ്ങൾ രാത്രിയാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഉമ്മ ഇതേ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാട്ടോ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുണ്ട്, പിന്നെ വന്ന യാത്രാക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഉമ്മ ഭക്ഷണം അപ്പത്തേനും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ റെമിക്ക് ഉപ്പാക്ക് വണ്ടിയൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഈ വീട്ടിലെ ആൾക്കാരുടെ വണ്ടിപ്രാന്തിനെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഇനിയൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ റെമിസ്കാനെ കുറേ വിളിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാം ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നിങ്ങനെ കളിയൊക്കെ തുടങ്ങിയിട്ട് ഇത് ഏട്ടൻ്റെ കുട്ടിയാട്ടോ, അത് വേറൊരു ഏട്ടൻ്റെ കുട്ടി, ഇത് വേറൊരു ഏട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇവരൊക്കെ ചിത്രം വരെയൊക്കെ കണ്ടിട്ട് റെമിസ്കാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അവരെന്തൊക്കെയോ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അസുബൊക്കെ കുറേ ദിവസത്തെ യാത്ര കഴിഞ്ഞതിൻ്റെ നല്ല ക്ഷീണത്തിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ രാത്രി റെസി നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് വെളുത്തുള്ളി ഇതുപോലൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളി പൊടിക്കുന്ന ഒരു ടൈപ്പ് വേറെ ഉണ്ട്, അതിൻ്റെ വേറൊരു വേർഷൻ നല്ല ടേസ്റ്റാണ്. യാത്രാക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഈ നേരത്തെ എഴുന്നേറ്റ് ശീലിച്ച ഉമ്മമാർക്കൊന്നും അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഉമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മായി ഇന്നലെ നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇവരിപ്പോൾ പോകുന്നത്, നമ്മൾ കണ്ണൂർ പോകുന്ന സമയത്ത് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് റിസിൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി അവൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അന്ന് തൊട്ടിട്ട് അവൻ്റെ ബൈക്ക് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, അതെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. അതെടുത്തിട്ട് അവർ വന്നതിന് ശേഷം ഇപ്പോൾ ഇതേ നേരെ പോകാൻ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂർ ഞങ്ങളുടെ വണ്ടി സർവീസിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം സർവീസ് സെൻറ്ററിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്, അതെടുക്കാനാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ബൈക്ക് എടുത്ത് പോകുന്നത്. വന്നതിന് ശേഷം നല്ലൊരു ടൈറ്റ് ഷെഡ്യൂൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. നമുക്ക് ഉമ്മ പറഞ്ഞ എല്ലാവർക്കും ഒന്നിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആ നാട്ടിൽ അങ്ങനെ കല്യാണമൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ നമ്മൾ പുതിയ കൊണ്ടുവന്ന ജീപ്പിലാണ് പോകുന്നത്. ഉച്ചയ്ക്കായിരുന്നു കല്യാണം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി ഉമ്മാൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയുടെ മകളുടെ കുട്ടിയുടെയാണ് കല്യാണം എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വരാം, വിളിച്ചതല്ലേ എന്നുള്ളൊരു രീതിക്കാണ് ഞങ്ങൾ ഈവനിങ് ആണ് പോകുന്നത്. കല്യാണ പെണ്ണൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെത്തുന്നത്. നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്തെടുത്ത് കാണിച്ചത്. ഇവർ രണ്ടുപേരും സമപ്രായക്കാരാട്ടോ. ഇവരാണ് അവിടുത്തെ ഏറ്റവും നല്ല കൂട്ട് തമ്മിൽ. ഈ അടിയൊന്നും നോക്കണ്ട, ഇത് ഇവരുടെ ഒരു പ്രത്യേക തരം സ്നേഹം പ്രകടിപ്പിക്കലായിട്ട് കണ്ടാൽ മതി കേട്ടാ. അങ്ങനെ നമുക്ക് ഇവർ ചായയും ജ്യൂസൊക്കെ ആയിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ നേരെ മുഴക്കുന്നിലോട്ടേക്ക് വന്നിട്ടാ വന്നിട്ട് അന്നത്തെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ, അന്ന് രാത്രി തന്നെ നമ്മൾ കാറിൽ നിന്ന് ലഗേജൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഇതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്താ പറയുക, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലായിരുന്നു. ഇത് പാമ്പേഴ്സ് ഞാൻ ഓർഡർ കൊടുത്തത് വന്നിട്ട് ഇവിടെ അവർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണം. ഇവിടെ ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ വരാനുള്ള കാരണം ഈ കാണുന്നതാണ്. ഇതിനകത്ത് താഴത്തെ ബോട്ടിൽ കാണുന്ന പാല് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് നിന്ന്. ബാക്കിയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. കാരണം നമ്മൾ പോയതിന് ശേഷം രണ്ടാമത്തെ ദിവസം അങ്ങനെ നല്ല ഇടിയും മഴയുണ്ടായിരുന്നേ. അപ്പം അതുകൊണ്ട് തന്നെ ബ്രേക്കർ താന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും കേടായി പോയിട്ടുണ്ട്. കേടായെന്ന് പറഞ്ഞാൽ ഫുള്ള് മോശമായിട്ട് അത് മാർബിളിലോട്ടേക്കും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തക്കാളി പച്ചമുളകൊക്കെ കേടായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബ്ലാക്ക് കളർ വെള്ളമാണ് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് പോയിട്ട് ഞാൻ കപ്പയൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം ഉണ്ടായിരുന്നു, ക്രീം ഉണ്ടായിരുന്നു, എല്ലാ സാധനവും പോയി. എല്ലാം എടുത്ത് കളയണം, ഇത് വൃത്തിയാക്കണം. നമുക്ക് അറിയായിരുന്നു, കാരണം ക്യാമറ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു കറണ്ട് പോയിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫ്രിഡ്ജ് തുറന്നിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. എന്തായാലും എല്ലാം എടുത്ത് കളയണം, പിന്നെ ബോട്ടിൽസൊക്കെ ഇതാക്കണം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം. നല്ലത് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ എടുത്ത് മാറ്റണമല്ലോ, അങ്ങനെ കരുതിയിട്ടാണ്. ഒരുപാട് മുട്ടയിലുണ്ടായി, എല്ലാം കേടായി പോയിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ കേടായതിനേക്കാൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് ആ ഒരു പൂപ്പൽ പോലത്തെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അത് കുഞ്ഞു കുഞ്ഞു സൈഡിലൊക്കെ ഇങ്ങനെ കയറി നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതെങ്ങനെ ഞാൻ കൈയിടാനൊന്നും പറ്റാത്തൊരു ചെറിയ ഗ്യാപ്പാണല്ലോ ഉണ്ടാവുക, അതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും? ഇതിനിപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റൂലേ? ഇനിയിപ്പോൾ ആ ഒരു സ്മെല്ല് എപ്പോഴും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക്. ഈ മിഠായി എല്ലാം ഞാൻ ഇവർക്ക് എപ്പോഴേ കൊടുക്കുകയുള്ളൂ, അങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കുകയൊന്നുമില്ല. അതുകൊണ്ടാണ് അതൊക്കെ ബോക്സ് അടക്കം ഫ്രീസറിൽ കയറ്റി വെച്ചേക്കുന്നത്. അതെല്ലാം ഇപ്പോൾ കേടായി പോയിട്ടാണ്. അങ്ങനെ കുറേ മൈലാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന മൈലാഞ്ചിയാണ്. പിന്നെ എൻ്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയത് കാരണം ഞാനത് ഇട്ടുമില്ല, വീഡിയോ ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്കതിനകത്ത് സങ്കടമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് മുട്ട മുഴുവൻ പെറുക്കി മാറ്റുകയാണ്. കാരണം
വെച്ചാൽ അതെന്തായാലും സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഞാനത് നോക്കിയില്ല കേട്ടോ, കേടായോ ഇല്ലയോ എന്ന് നോക്കിയില്ല. ഞാൻ അതുപോലെ തന്നെ എടുത്ത് കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഈ സമയത്ത് ഉറങ്ങുക കേട്ടോ, മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല. അവരെഴുന്നേറ്റ ഫുഡൊക്കെ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഈ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ അവരെഴുന്നേൽക്കുന്നതിനേക്കാളും മുമ്പേ, അല്ലാണ്ട് ലേറ്റ് തന്നെയാണ്. അങ്ങനെ എല്ലാം ഞാൻ ഒരുവിധം ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ബോക്സ് അതുപോലെ തന്നെ ഞാൻ കൊണ്ടിട്ട് വാഷ് ബേസിലിട്ടിട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, അത്രത്തോളം മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇത് ഇങ്ങനെയൊക്കെ ഫ്രിഡ്ജ് ഇതാവും എന്നുള്ളത് ഞാനിപ്പോഴായിട്ട് അറിയുന്നത്. ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് തുണിയും കൂടി ഇടാന്ന് വെച്ചാൽ എൻ്റെ നിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോലും ശ്രദ്ധിക്കുന്നത് ഒക്കെ എവിടെ നിന്ന് തുടങ്ങണം, ഇതിപ്പോൾ ഇനി ഇങ്ങനെ ക്ലീനാക്കി എടുക്കും എന്നുള്ള ഇതായിരുന്നേ. ട്രാവൽ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നല്ലേ, നമ്മളെ തുണി മുഴുവൻ അലക്കാനായി, അതുകൊണ്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. അതിനിടയിൽ എനിക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ബാഗിൽ നിന്നും ഇങ്ങനെ തുണി മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കുറച്ചൊരു OCD പ്രശ്നമുണ്ട്. വലിയ OCD പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു OCD പ്രശ്നം ഉള്ളതുകൊണ്ട് വളരെയധികം പെർഫെക്ഷൻ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ടൈം ഓരോ കാര്യത്തിലും എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ വലിയൊരു ഓഡിയോ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുന്ന അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതെനിക്കൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് സമയം എൻ്റെ ലൈഫിൽ പോകുന്നുണ്ട്. ഞാൻ ഡ്രസ്സ് അലക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓരോ ഡ്രസ്സും സെക്ഷൻ തിരിച്ച്, ഓരോ ഡ്രസ്സും കളറ് തിരിച്ച് അങ്ങനെയൊക്കെയാണ് അലക്കുകയുള്ളൂ. ഇനിയിപ്പം വിരിച്ചിടാൻ പോവുകയാണെങ്കിൽ അതും ഒരു ലെവലിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്ക് ചായയൊക്കെ വെച്ചിട്ട് എനിക്ക് ബോട്ടിൽസൊക്കെ ഒന്ന് ഒഴിവാക്കി തരും കേട്ടോ. ഞാൻ നല്ല ബോട്ടിൽസ് ആണെങ്കിൽ അങ്ങനെ കളയൂല, കാരണം നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് ഇത് നമ്മുടെ കോഫി മേറ്റിൻ്റെ ബോട്ടിലാണ്. അതൊക്കെ അപ്പം ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അത് അത്യാവശ്യം നല്ല ബോട്ടിലാണല്ലോ. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ ഓരോന്നായിട്ട് വേസ്റ്റൊക്കെ റെമിസ്ക്കാണ് കളഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ക്ലീൻ ചെയ്യുന്നത് എനിക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇതിങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഇതന്നെ പെർഫെക്ഷൻ നോക്കുന്ന കാരണം എനിക്ക് ഒരുപാട് ടൈം പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ഒരുപാട് ടൈം കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. മക്കൾ രണ്ടുപേരും അപ്പോഴത്തേനും എഴുന്നേറ്റ്, 3 പേര് എഴുന്നേറ്റ് അവർ ഭക്ഷണം കഴിക്കുകയാണ്. റിംസ്ക്ക് ഭക്ഷണം വാങ്ങി വരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഭക്ഷണം കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടൊന്ന് ഡ്രസ്സും കൂടെ മാറി. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഈ ഡ്രസ്സ് ആയതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ടിട്ട് ഞാനിനി ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും ഓരോ സെക്ഷൻ തിരിച്ച് കഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് നനച്ച് കൊടുത്ത് ആ പൂപ്പലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഫ്രിഡ്ജിൻ്റെ ഉൾവശം ഒന്ന് പോയിട്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അതിനുവേണ്ടി ഇപ്പം ഞാൻ ഈ വീഡിയോനകത്ത് ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ്. എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു 3/4 ഭാഗം ഇതിനകത്ത് തന്നെ പോയി എന്ന് പറയാം. കാരണം ഇതിങ്ങനെ നീറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 പ്രാവശ്യമൊന്നും അല്ല ഇതിനെ ക്ലീൻ ചെയ്തെടുക്കുക, ഒരുപാട് തവണ ചെയ്യും. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തുണി അലക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടിട്ട് ഞാൻ കിച്ചണിൽ അങ്ങനെ കയറാറുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജൊന്നും ഞാൻ അങ്ങനെ നോക്കാറുണ്ടായിരുന്നില്ല. റിംക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റിംക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, എന്നെ മക്കളെ എല്ലാം നോക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം തീരെ ഞാനൊന്നും ശ്രദ്ധിക്കാതെയായി. അങ്ങനെ എന്നോട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്താണ് ഹാപ്പിനെസ് കിട്ടുന്നത് അത് ചെയ്യുക. ഇപ്പം ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കുഴിച്ചിടുക, അങ്ങനെ എന്തെങ്കിലും വിത്തൊക്കെ നട്ടിട്ടുണ്ടാക്കുക, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. പക്ഷേ നിനക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ആവണം എന്ന് കരുതിയിട്ട് നീ ഫോഴ്സ്ഫുള്ളി അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ കൂടുതൽ ടൈം എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ ഓരോ കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ യാത്ര ഞാൻ പോലും അറിയാതെ എന്നെ കുറച്ചുകൂടി ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഡോക്ടറാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, യാത്ര അങ്ങനെ ഒന്ന് പ്ലാനിങ്ങിൽ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിനക്ക് ആ യാത്ര തിരിച്ചു വരുമ്പോഴത്തേനും ഫുള്ള് മാറിയെന്ന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് മാറിയെന്ന് ഞാൻ പറയുന്നില്ല, യാത്ര എനിക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു നമ്മൾ വെറുതെ വീട്ടിനകത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് സംസാരിക്കുക, ആ നാടിൻ്റെ വിശേഷങ്ങൾ പറയുക. ഞാനും ഉമ്മയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളെ ഒരു എന്താ പറയുക ഏറ്റവും മോശം സിറ്റുവേഷൻ, മെൻ്റലി നമ്മളെ ഡൗൺ ആക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താ പറയുക അറിയാതെ ആണെങ്കിലും നമ്മളെ മൈൻഡിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കുകയാണല്ലോ.
അപ്പോൾ അങ്ങനെ എനിക്കതൊരു ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കിച്ചണിലോട്ടേക്ക് കയറി ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പം ഫ്രിഡ്ജ് ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് വിചാരിക്കും ഇത് ആദ്യം ഫ്രിഡ്ജ് വൃത്തിയില്ലായിരുന്നല്ലോ എന്നൊക്കെ തോന്നുവാണെങ്കിൽ മക്കളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാനതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇതൊന്നും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർ ന്യായീകരിക്കാൻ വരാം. ഒരു 100 കമൻറ്റ് ഇടുന്നതിൻ്റെ അകത്ത് 2 പേര് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. അത് പക്ഷേ കാര്യമില്ല, കുഴപ്പമില്ല, അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം വെള്ളം കൊണ്ട് തുടച്ച് സ്ക്രബ്ബറിട്ട് കഴുകി എല്ലാം ചെയ്ത് ലാസ്റ്റ് ടിഷ്യൂ പേപ്പറും കൊണ്ട് വെച്ചിട്ട് തുടച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴും നിലത്ത് ആ ഒരു വെള്ളം ഒലിച്ചിറങ്ങിയ പാട് അതുപോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തള്ളി മാറ്റിയിട്ട് ഇനി അവിടെ മോപ്പ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ പുറകൊന്നും അധികം കാണാറില്ല കേട്ടോ. ഞങ്ങൾ ഈ 6 മണിക്ക് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ആക്കി ഇടണം എന്നൊക്കെ പണ്ട് ഉമ്മയൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ച ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്യാറില്ല. കാരണം എപ്പോഴും മാത്രമേ ഞങ്ങൾ ആ ഫ്രിഡ്ജിൻ്റെ പുറകിലുള്ള സ്വിച്ചൊക്കെ കാണാറുള്ളൂ കേട്ടോ. എപ്പോഴും ഓണായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ വലിയ എളുപ്പമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ അവിടെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, വെള്ളമായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ടൈം എടുക്കുന്നത്. പക്ഷേ എൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിങ്ങനെ മക്കളൊക്കെ വേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ടോയ്സൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കണ്ട് അങ്ങോട്ടേക്ക് പോകും. അവരോടൊന്നും അധികം ചീത്ത പറയാനോ ഒന്നും നിൽക്കാറില്ല. ഞാനിങ്ങനെ ചില സമയത്ത് മാത്രം പറയും ഇതിപ്പോൾ ക്ലീൻ ചെയ്യണം, ഇപ്പം എനിക്കത് മുഴുവൻ വൃത്തിയായി കാണണമെന്ന് പറയല്ലാതെ ഞാൻ അങ്ങനെ എപ്പോഴും ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിക്കാറൊന്നുമില്ല കേട്ടോ. അത് കണ്ടാൽ എനിക്ക് പ്രശ്നമില്ല. ഞാനങ്ങനെ പെട്ടെന്ന് എല്ലാ ദിവസവും എല്ലാ സമയവും ഇങ്ങനെ അടുക്കി പെറുക്കി അങ്ങനെ ഒന്നും വെക്കാറൊന്നുമില്ല. പക്ഷേ എന്നാണോ ഞാൻ ചെയ്യുന്നത് ആ ചെയ്യുന്ന ദിവസം ഒരു പൊടി പോലും ഇല്ലാതെ ഫുള്ളായിട്ട് നീറ്റാക്കി ഇടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യത്തിൽ വേണ്ടി മാത്രം ഒരുപാട് സമയം കളയാത്തത്. കാരണം ഞാൻ വളരെയധികം മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്ക് ഒറ്റൊരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എനിക്ക് പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ. എനിക്ക് പഠിക്കണം, അതിൻ്റെ ഇടയിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യണം, മക്കളെ നോക്കണം, കുക്കിംഗ് ചെയ്യണം, വീട് നോക്കണം, ജോലി ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതാരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ തന്നെ എന്നെ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ അവിടെ ഒരു വത്തക്ക നമ്മൾ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതായിരുന്നു. അതും ഇങ്ങനെ മുറിച്ചിട്ട് റെമിക്കാക്കും കുട്ടിയേക്കും കൊണ്ടു കൊടുക്കുക, ഞാനും കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം വെച്ചാൽ നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. രാവിലത്തെ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മുറിച്ച് കൊടുത്താൽ കുറച്ചും കൂടി ആശ്വാസം കിട്ടുമല്ലോ. പിന്നെ വൈകുന്നേരം ഫുഡിൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഇത് നേരത്തെ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഈ പാത്രം കഴുകുന്ന സ്റ്റൈല് പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ ഞാൻ ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിങ്ങനെ ഇത്രയും ഞാൻ ഇതിങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിലാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു പാത്രം കഴുകുകയാണെങ്കിൽ തന്നെ അതിനെ പാത്രങ്ങളുടെ സെക്ഷൻ ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിന് വേറെ സെക്ഷൻ, പിന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളെ വേറെ സെക്ഷൻ, സ്പൂണ് വേറെ സെക്ഷൻ, അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ടൊന്നും എനിക്ക് ഇങ്ങനെ ഓരോന്നിട്ട് എടുത്ത് സോപ്പിട്ട് അങ്ങോട്ടേക്ക് വെച്ച് അതിൻ്റെ ഇടയിൽ തന്നെ കഴുകി അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആദ്യം എനിക്കെല്ലാം ഒരുപോലെയുള്ള സാധനങ്ങളെ സോപ്പിട്ടിട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം ഒരുപോലുള്ള ബാക്കിയുള്ള എല്ലാ സാധനങ്ങളെയും കൊണ്ടുവന്ന് കഴുകുക. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളൊരു ക്യാരക്ടറാണ്. എനിക്കറിയില്ല എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എന്നെപ്പോലെ ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഞാൻ മാത്രമല്ല ഇങ്ങനെയെന്നുള്ളത്. ഞാൻ ഡ്രസ്സ് മടക്കി വെക്കുകയാണെങ്കിലും മീൻ മുറിക്കുകയാണെങ്കിൽ പോലും, മീൻ മുറിക്കുന്ന കാര്യം പോലും കോമഡിയാണ്. പക്ഷെ എനിക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. ആരെയും കാണുമ്പോൾ വിചാരിക്കും ഇവളെന്തിനാ ഇത്രപാടെ പണിയെടുക്കുന്നതെന്ന് തോന്നും. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മത്തി മുറിക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ആ ഒരു മേലവശത്ത് വരുന്ന തുളി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കത്തി കൊണ്ട് കളയും. അതിനുശേഷം അതിനെല്ലാം എല്ലാത്തിനും ഒന്നിച്ച് കളഞ്ഞിടും. അതിനുശേഷം അതിൻ്റെ എല്ലാം വാലും സൈഡും തലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മാറ്റിയിടും. ആ സമയത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള വയറൊന്നും ക്ലീൻ ചെയ്യില്ല കേട്ടോ. അതൊക്കെ ഒന്നിച്ചിട്ട് അവസാനമാണ് അത് ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് ഓരോ മീനിനെയും പൈപ്പിലെ വെള്ളത്തിൽ കാണിച്ച് കഴുകും. ഇപ്പോൾ ചിക്കൻ കഴുകുകയാണെങ്കിൽ ഓരോ പീസ് ചിക്കനും എടുത്തിട്ട് പൈപ്പിലെ വെള്ളത്തിൽ കാണിച്ചിട്ട് കഴുകും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം നമ്മളെന്തെങ്കിലും ഫുഡ് ബിരിയാണിയൊക്കെ വെക്കാൻ പോവുകയാണെങ്കിൽ വെജിറ്റബിൾസ് അരിയാണെങ്കിൽ അതിനെ ഓരോന്നിനും സെക്ഷൻ തിരിച്ചിട്ട് എല്ലാം അരിഞ്ഞ്
കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനത് കുക്കിങ്ങിലോട്ടേക്ക് പോകുള്ളൂ കേട്ടോ. ഇപ്പം പകുതി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വന്നിട്ട് പകുതി സാധനം എടുത്ത് കട്ട് ചെയ്യുക അങ്ങനെയൊന്നും എനിക്ക് എനിക്കങ്ങനെ ചിന്തിക്കാനോ ചെയ്യാനോ പറ്റാത്തൊരു കാര്യമാണ്. ഇത് ഞാൻ മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്നോട് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ഒരു പ്രശ്നം കാരണം ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് എഡിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രാ വീഡിയോസൊക്കെ ഇത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു റിസൾട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ആണെങ്കിൽ അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ എന്താ പറയുക, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാം അത്യാവശ്യം തേച്ച് കഴുകി ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഒന്ന് നല്ലപോലെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. ഇത് വീഡിയോനകത്ത് ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കൊടുക്കുന്നത്, പക്ഷേ ഇത് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലും സ്ലോ ആയിട്ടാണ് ഞാൻ നേരിട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാല് മാത്രമാണ് ഇപ്പോൾ എനിക്ക് എക്സ്ട്രാ ഇതിനകത്ത് എടുത്ത് വെക്കാനുള്ളത്. ബാക്കി ഒട്ടുമിക്ക സാധനങ്ങളും ഇതിനകത്ത് നിന്ന് മോശമായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ടൈം എടുത്താലും എല്ലാം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു ലഹരി പോലെയാണ് എനിക്ക്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ അലക്കിയ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ സെക്ഷൻ അലക്കി വിരിച്ചിട്ടിട്ട് അതൊന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് അടുത്ത സെക്ഷൻ അലക്കി വരുന്ന സമയം കൊണ്ട് എനിക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ മേലെ കയറി നിന്നിട്ട് വിരിച്ചിടുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഷീറ്റുമായിട്ട് അടുത്ത് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ല ചൂട് കട്ടിയിട്ട് ഓൾറെഡി മെഷീൻ്റെ അകത്ത് ഉണങ്ങിയിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാറ്റേറ്റേണ്ട ആവശ്യമുള്ളൂ. ആ ചൂടും കൂടി തട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. ഒരുപാട് തുണിയുണ്ട്, എവിടെയൊക്കെയാണ് ഇതൊക്കെ കൊള്ളിക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സീനും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോന്നും സെക്ഷൻ തിരിച്ച് മാത്രമേ വിരിച്ചിടുകയുള്ളൂ. ഇപ്പോൾ പാൻറ്റ് ഇടുവാണെങ്കിൽ എല്ലാ പാൻറ്റും ഒന്നിച്ച്, ഷർട്ട് ഇടുവാണെങ്കിൽ എല്ലാ ഷർട്ടും ഒന്നിച്ചിട്ട്, അല്ലാണ്ട് എനിക്ക് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ എന്തോ ഡിസ്റ്റർബാണ്. അങ്ങനെ ഇപ്പം അതിൻ്റെ ഇടയിൽ ആലിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ക്ഷീണിച്ച് വന്നതാണല്ലോ, എല്ലാവർക്കും ക്ഷീണമാണല്ലോ. അപ്പോൾ അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിയ ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം എന്നോട് ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത്. എപ്പോഴായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ട്വിൻസ് ആണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഇട്ടുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാമെന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിച്ചോട്ടോ, ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആൻസർ തരാം. ഞാൻ വീഡിയോ ഇടാൻ നല്ല ലാഗാണ് ഇപ്പം, എനിക്കറിയാം എന്താ ചെയ്യുക, സമയം കിട്ടുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ ബിസിയാണ്. ഇപ്പോൾ അക്ഷയയിലോട്ടേക്കും കൂടെ പോകുന്നതുകൊണ്ടൊക്കെ കുഞ്ഞുണ്ടല്ലോ, എല്ലാം കൊണ്ടും ബിസിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. വീഡിയോ കാണുന്ന സമയത്ത് ഒരു ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.